ഇന്ന് എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നു. അവരെ പരിശോധന എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് അവർക്ക് മ്യൂക്കോസിൽ എന്നൊരു കണ്ടീഷനാണ്. എന്താണ് മ്യൂക്കോസിൽ, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, നമുക്ക് വിശദമായി പഠിക്കാം. ചിത്രത്തിൽ കാണുന്ന പോലെ ചുണ്ടുകളിലോ മോണയിലോ അല്ലെങ്കിൽ നാക്കിൻ്റെ അടിയിലോ കാണുന്ന സോഫ്റ്റായിട്ട് ഡോം ഷേപ്പിലുള്ള ഒരു ഉണ്ട, ഇതാണ് മ്യൂക്കോസിൽ. എന്തുകൊണ്ടാണ് മ്യൂക്കോസിൽ വരുന്നത്? അതായത് വായിൻ്റെ അകത്ത് തുപ്പൽ ഗ്രന്ഥി അഥവാ സലൈവറി ഗ്ലാൻസും കാര്യങ്ങളും കൂടുതലായിട്ടുണ്ട്. അതിൽ നിന്ന് തുപ്പൽ വരുന്നത് സലൈവറി ഡക്ട്സ്, അതായത് ആ വഴിയിൽ കൂടെയാണ്. ഈ വഴിയിൽ എവിടെയെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാവുകയോ ഈ സലൈവറി ഗ്ലാൻസിൽ തന്നെ ബ്ലോക്കേജ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് മ്യൂക്കോസിൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ് സംഭവം അടയുന്നത്? അതായത് നമ്മൾ കടിക്കുമ്പോഴോ അല്ലെങ്കിൽ ചവയ്ക്കുമ്പോഴോ അലൈൻമെൻറ്റ് തെറ്റിയ പല്ല് മൂലം ഈ ഞാൻ പറഞ്ഞ ഡോം ഷേപ്പ് സ്ട്രക്ചേഴ്സിൽ പല്ലുകൾ കടിക്കുകയും അതിൻ്റെ ക്ഷതം മൂലം ഈ സംഭവങ്ങൾ അടയുകയും ട്രോമ മൂലം അല്ലെങ്കിൽ ക്ഷതം മൂലം ഈ സംഭവം അടയുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂക്കോസിലിൻ എന്ന കണ്ടീഷൻ 90% കേസുകളിലും അത് ഒരു പ്രശ്നക്കാരനല്ല. ചിലവരുടെ കേസുകളിൽ മാത്രം ഇത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയും ഇതുകൊണ്ട് അവർക്ക് സംസാരിക്കാനും ചവയ്ക്കാനും കടിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നത്. ഈ കണ്ടീഷനിൽ മാത്രമാണ് നമുക്ക് ഇതിന് പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത്. ഓക്കെ, ഇനി ഇതിനുള്ള റെമഡീസ് എന്താണ്? അതായത് ഒരു കോസ് ആണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കോസ്, അതായത് ഇറിറ്റേഷൻ കുറയ്ക്കുക. അതായത് പല്ല് കടിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, ആ പല്ല് കടി ആദ്യം നിർത്തുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെപ്പറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് അതിനുള്ള അത് വരാതിരിക്കാനായുള്ള കൂടുതലായിട്ട് കണ്ടീഷൻസ് ഉണ്ടാക്കുക. അതായത് സോൾട്ട് വാട്ടർ റിൻസിങ്, അതേപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ നിന്നില്ലെങ്കിൽ നമുക്ക് ഇതിന് സർജിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള രീതികളാണ് ഒന്ന് ക്രയോതെറാപ്പി, പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ കോട്ടറി, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇന്ന് വന്ന പേഷ്യൻറ്റിന് ഞാൻ ചെയ്തത് സർജിക്കൽ കോട്ടറിയാണ്. അതാണ് കുറച്ചും കൂടെ പെയിൻലെസ്സും എഫക്റ്റീവുമായുള്ള ട്രീറ്റ്മെൻറ്റ്.